പുറത്ത് നല്ല മഴ തിമിർത്ത് പെയ്യുമ്പോൾ നല്ല ചൂട് ചായയും നല്ല കറുമുറാവുള്ള വടയും കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ നമുക്കിന്ന് നല്ലൊരു ക്രിസ്പി വട ഉണ്ടാക്കി നോക്കാം. വാഴക്കൂമ്പ് വടയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വടയാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 1 കപ്പ് വാഴക്കൂമ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കണം. തീരെ വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് ചതച്ചെടുക്കാം. 1 കപ്പ് പരിപ്പ് 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. ഇതിൽ നിന്ന് 2 ടീസ്പൂൺ പരിപ്പ് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇതിലേക്ക് 2 ചെറിയ കഷ്ണം ഇഞ്ചി ചേർക്കാം. ഇതിലേക്ക് 2 പച്ചമുളക് ചേർക്കാം. പിന്നെ ചേർക്കുന്നത് 4 അല്ലി വെളുത്തുള്ളിയാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് തരുതരിപ്പായിട്ട് വേണം അരച്ചെടുക്കാൻ. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരക്കൊന്നും വേണ്ട. ഒന്ന് തരുതരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം ഇതൊരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് നമുക്ക് നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന വാഴക്കൂമ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ ജീരകം ചേർക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ ചേർക്കാം. നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന പരിപ്പ് 2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് സവാള അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഇതിൽ നിന്നും കുറച്ചായിട്ട് എടുത്തിട്ട് ഒരു വടയുടെ ഷേപ്പിലാക്കിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട്. ഒരു സൈഡ് നന്നായിട്ട് ക്രിസ്പി ആയതിനു ശേഷം നമുക്കിതൊന്ന് മറിച്ചിടാം. രണ്ട് സൈഡും നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ബാക്കിയുള്ള വടയും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള വാഴക്കൂമ്പ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി വടയാണ്. പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.